بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، باب ما جاء في السحر എന്ന ബാബാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ കിതാബ് തൗഹീദിൽ നിന്ന് നമ്മൾ വായിച്ചു വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലഖദ് അലിമു ലമൻ ഇശ്തറാഹു മാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. വലഖദ് അലിമു, അവരറിഞ്ഞിട്ടുണ്ട്, ലമൻ ഇശ്തറാഹു, ആരാണോ അത് വിലക്ക് വാങ്ങിയത്, മാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, അവന് ആഖിറത്തിൽ ഒരു ഖലാഖും ഉണ്ടാവുകയില്ല, ഒരു ഓഹരിയും ഉണ്ടാവുകയില്ല. ഇത് സിഹറിനെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. സൂറത്തുൽ ബഖറയിലെ ആയത്തിൽ ഫത്തബഉ മാ തത്ലു ശയാത്തീൻ അലാ മുൽക്കി സുലൈമാൻ വമാ കഫറ സുലൈമാൻ വലാകിന്ന ശയാത്തീന കഫറു യുഅല്ലിമൂന അന്നാസ സിഹർ വമാ ഉൻസില അലൽ മലക്കൈൻ ബിബാബിൽ ഹാറൂത വമാറൂത് وما يعلمان من أحد حتى يقولا إنما نحن فتنة فلا تكفر فيتعلمون منهما ما يفرقون به بين المرء وزوجه وما هم بضارين به من أحد إلا بإذن الله ويتعلمون ما يضرهم ولا ينفعهم ولقد علموا لمن اشتراه ما له في الآخرة من خلاق ولبئس ما شروا به أنفسهم لو كانوا يعلمون. سورة البقرة അള്ളാഹു സുബ്ഹാനഹു വ തആല യഹൂദികളെ കുറിച്ച് പറഞ്ഞു. അവർ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഇറക്കി കൊടുത്ത കിതാബ് വലിച്ചെറിഞ്ഞു. അള്ളാഹു അവർക്ക് ഇറക്കി കൊടുത്ത അള്ളാഹുവിന്റെ കിതാബ് അവർ പിന്നിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് അവർ വത്തബഉ, അവർ പിൻപറ്റി, മാ തത്ലു ശയാത്തീൻ, എന്താണോ ശൈത്താൻമാർ പിൻപറ്റിയത്, മാ തത്ലു ശയാത്തീൻ, ശൈത്താൻമാർ ഓതിക്കൊടുത്തത്. واتبعوا عندنا ما تتلو الشياطين على ملك سليمان. അവർ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുൽക്കിനെ കുറിച്ച് ശൈത്താൻമാർ ഓതിക്കൊടുത്തത് പിൻപറ്റി ഇത്തിബാ ചെയ്തു. അതിന്റെ തൊട്ടുമുമ്പുള്ള ആയത്ത് നോക്ക്. തൊട്ടുമുമ്പുള്ള ആയത്ത് എന്താണ്? അള്ളാഹു പറഞ്ഞു, വലമ്മാ ജാഅഹും റസൂലുൻ മിൻ ഇൻദില്ലാഹി مصدق لما معهم نبذ فريق من الذين أوتوا الكتاب كتاب الله وراء ظهورهم كأنهم لا يعلمون. അവരിലേക്ക് അള്ളാഹുവിങ്കൽ നിന്നുള്ള ഹക്കുമായി, അവരുടെ കയ്യിലുള്ളത് സത്യപ്പെടുത്തുന്ന കാര്യവുമായി റസൂൽ വന്നപ്പോൾ നബദ ഫരീഖും മിനൽ ലദീന ഊതുൽ കിതാബ്, കിതാബ് നൽകപ്പെട്ട ചിലർ കിതാബ് അള്ളാഹുവിന്റെ കിതാബ് വലിച്ചെറിഞ്ഞു, വറാഅ ദുഹൂരിഹിം, പിന്നിലേക്ക്, കഅന്നഹും ലാ യഅലമൂൻ, അവരറിയാത്തതുപോലെ. വത്തബഉ, എന്നിട്ട് അവർ പിൻപറ്റി, മാ തത്ലു ശയാത്തീനു അലാ മുൽക്കി സുലൈമാൻ, സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുൽക്കിനെ കുറിച്ച് ശൈത്താൻമാർ പറഞ്ഞു വരുത്തിയത്. ഖൈർ, ഏറ്റവും ഖൈർ അവർ വലിച്ചെറിഞ്ഞു, അള്ളാഹു സ്വീകരിക്കാൻ പറഞ്ഞത് സ്വീകരിക്കാതെ. അപ്പോൾ അവർക്ക് എന്താണ് കിട്ടിയത്? ഏറ്റവും ഷർ, സിഹർ. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂലിലൂടെ ഖൈറിലേക്ക് വിളിച്ചത് കേൾക്കാത്തതുപോലെ അതിനുത്തരം ചെയ്യാത്തവർക്ക് ഏറ്റവും മോശമായതാണ് പകരം കിട്ടുക. ബിഅ്സലിൽ ബദല. സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു പറഞ്ഞില്ലേ, അള്ളാഹുവിനെ വിട്ടപ്പോൾ അവർക്ക് ഇബാദത്ത് ചെയ്യാൻ കിട്ടിയതാരെ? ശൈത്താനാണ്. ബിഅ്സലിൽ ബദല. അക്രമികൾക്ക് എത്ര മോശം ബദലാണ്, പകരം കിട്ടിയിട്ടുള്ളത്. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് യഹൂദികളുടെ വിശ്വാസം സുലൈമാൻ നബിയല്ല, പിന്നെ ആരാണ്? സാഹിറാണ്. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞു, അത് സാഹിറല്ലേ, അത് നബിയാണോ എന്ന് പറഞ്ഞു. ആ മുൽക്കൊക്കെ കിട്ടിയത് സിഹർ കൊണ്ടാണ്, സിഹർ കൊണ്ട് കിട്ടിയതാണ്. ജിന്നുകളൊക്കെ കീഴ്പ്പെടുത്തി പല അത്ഭുതങ്ങൾ ഉണ്ടായി, അതൊക്കെ സിഹറാണ്, സാഹിറാണ് എന്നാണ് അവർ പറഞ്ഞു വരുത്തിയത്. അള്ളാഹു പറഞ്ഞു, വമാ കഫറ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം കുഫർ ചെയ്തിട്ടില്ല. അതിൽ നിന്ന് മനസ്സിലാക്കാം സിഹർ കുഫറാണ്. വമാ കഫറ സുലൈമാൻ കുഫർ ചെയ്തിട്ടില്ല, മറിച്ച് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു കൊടുത്തതാണ്, ഒരാൾക്കും കൊടുക്കാത്ത മുൽക്ക്,
ഒരാൾക്കും കൊടുക്കാത്ത അധികാരം, ഒരാൾക്കും കൊടുക്കാത്തത് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു കൊടുത്തതാണ്. കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു. പക്ഷികളുടെ, മൃഗങ്ങളുടെ സംസാരം സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു കേൾപ്പിച്ചു കൊടുത്തു. സൂറത്തുൻ നംലിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ? അവരൊരു വാദി നംൽ, ഉറുമ്പിന്റെ താഴ്വരയിലെത്തിയപ്പോൾ ഖാലത് നംലതു യാ അയ്യുഹൻ നംലു ദുഖുലു മസാകിനകും ലാ യഹ്തിമന്നകും സുലൈമാൻ വജുനൂദുഹു വഹും ലാ യശ്ഉറൂൻ ഫതബസ്സമ ضاحكا من قولها وقال ربي أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه وأدخلني برحمتك في عبادك الصالحين. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം സൈന്യവുമായി യാത്ര ചെയ്യുമ്പോൾ فحشر لسليمان جنوده من الجن والإنس والطير فهم يوزعون. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജിന്നിലെയും ഇൻസിലെയും പക്ഷികളിലെയും ഒക്കെ സൈന്യങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കൂടി. അങ്ങനെ അവർ ഒരു നംലിന്റെ, ഉറുമ്പിന്റെ താഴ്വരയിൽ എത്തിയപ്പോൾ ഖാലത് നംലത്തുൻ, ഒരു ഉറുമ്പ് പറഞ്ഞു. ഉറുമ്പിന് അറബിയിൽ എന്താണ് പറയുക? നംല. ആ പേര് വരാനുള്ള കാരണം തനമ്മല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അതിൽ നിന്നാണ് ഉറുമ്പിന് ആ പേരുണ്ടായത്. ഉറുമ്പിനെ നോക്കിക്കോളൂ, അത് മിണ്ടാണ്ടിരിക്കുക എന്നുള്ള സമയം വളരെ കുറവാണ്. ഏത് സമയത്തും ജോലിയിലാണ്, തിരക്കിലാണ്, ചലിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് അതിന് നംല എന്ന് പേര് വന്നിട്ടുള്ളത്. തനമ്മല എന്ന് പറഞ്ഞാൽ ചലിച്ചുകൊണ്ടേയിരിക്കും. മിണ്ടാതിരിക്കുക എന്നുള്ളത് ഉറുമ്പിനെ നമ്മൾ നോക്കിയാൽ അത് അനങ്ങാതിരിക്കുന്ന സമയം വളരെ കുറവായിരിക്കും. ഗാലിബൻ ഏത് സമയത്തും ചലിച്ചുകൊണ്ടിരിക്കും. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ. അതിലൊരു നംലത്ത് പറഞ്ഞു, യാ അയ്യുഹൻ നംൽ, ഓ ഉറുമ്പുകളെ, ഉദ്ഖുലൂ മസാകിനകും, നിങ്ങളുടെ വീട്ടിനകത്തേക്ക് കയറിക്കോളൂ. ലാ യഹ്തിമന്നകും സുലൈമാനു വജുനൂദുഹു വഹും ലാ യശ്ഉറൂൻ. സുലൈമാനും പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മെതിച്ചു കളയണ്ട, വേഗം കയറിക്കോ. ഫതബസ്സമ ضاحكا من قولها. ഇത് കേട്ടപ്പോൾ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, റബ്ബി ഔസിഅനി, അള്ളാഹിന്റെ നിഅമത്ത് ഓർക്കുകയാണ്. അള്ളാഹുവേ, നീ എനിക്ക് തൗഫീഖ് ചെയ്യണേ, നീ എനിക്ക് തോന്നിപ്പിക്കണേ, എന്നെ സഹായിക്കണേ. അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലൈ, നീ എനിക്ക് ചെയ്തു തന്ന നിഅമത്തുകൾക്ക് ശുക്ർ കാണിക്കാൻ. വഅലാ വാലിദൈ, എന്റെ മാതാപിതാക്കൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്കും. വഅൻ അഅമല സാലിഹൻ തർദാ, നീ ഇഷ്ടപ്പെടുന്ന, നീ തൃപ്തിപ്പെടുന്ന അമലുകൾ ചെയ്യാനും. വഅദ്ഖിൽനി ബിറഹ്മതിക, നിന്റെ റഹ്മത്ത് കൊണ്ട് നീ എന്നെ പ്രവേശിപ്പിക്കണേ. ഫി ഇബാദിക സാലിഹീൻ, നിന്റെ സാലിഹുകളായ അടിമകളുടെ കൂടെ. നോക്ക്, ലോകത്തിന്റെ മുഴുവൻ മുൽക്ക് കിട്ടിയിട്ടുള്ള സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം എത്ര വിനയത്തോടെയാണ് റബ്ബിനോട് ദുആ ചെയ്യുന്നത്. ഇങ്ങനെ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു കൊടുത്തതാണത്. വമാ കഫറ സുലൈമാൻ, സുലൈമാൻ കുഫർ ചെയ്തിട്ടില്ല. അതുപോലെയാണ് ഹുദ്ഹുദിന്റെ സംസാരം, നംലത്തിന്റെ സംസാരം പോലെ ഹുദ്ഹുദിന്റെ സംസാരം. ഹുദ്ഹുദ് എന്നാൽ മരംകുത്തി പക്ഷി എന്നാണ് അതിന്റെ അർത്ഥം. മരംകുത്തി പക്ഷി അതിനെ കാണാനില്ല സൈന്യത്തിൽ. അപ്പോൾ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം പറയും, അത് എവിടെയാണ് പോയത്? എന്താണ് ഹുദൂദിനെ ഞാൻ കാണുന്നില്ല, എവിടെ പോയത്? ഉടനെ അത് വന്നുകൊള്ളണം. അതെനിക്ക് ന്യായമായ കാരണം ബോധിപ്പിച്ചിട്ടില്ലെങ്കിൽ ഞാനതിനെ അദ്ബഹന്നഹു, അർത്ഥകളെ. അങ്ങനെ സമകത ഗൈറ ബഈദിൻ, കുറച്ച് സമയമാകുമ്പോഴത്തേക്ക് ഹുദൂദ് വന്നു. എന്നിട്ട് പറഞ്ഞു, ജിഅ്തുക മിൻ സബഇൻ ബിനബഇ യഖീൻ, ഞാൻ സബയിൽ നിന്ന് ഒരു നബഉമായിട്ടാണ് വന്നിട്ടുള്ളത്. ജിഅ്തുക മിൻ സബഇൻ ബിനബഇ യഖീൻ. സബ യമനിലെ നാടാണ്, യമനിലെ പ്രദേശം. നബ എന്ന് പറഞ്ഞ ഒരു സംസാരം, ഒരർത്ഥാണ്. എന്താണ്? ഇന്നി വജദ്തു ഇംറഅതൻ തംലികുഹും, ഞാനൊരു ഖൗമിനെ കണ്ടു. അവരുടെ ഭരണാധികാരി ആരാണ്? ഒരു പെണ്ണാണ്. പെണ്ണ് ഭരണാധികാരിയാന്നുള്ളത് പാടില്ലാത്തതാണ്. അബൂബക്കറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, قال رسول الله صلى الله عليه وسلم لن يفلح قوم ولوا امرهم امراه. ഒരു ജനത ഒരിക്കലും വിജയിക്കുകയില്ല. എങ്ങനത്തെ ജനത? അവരുടെ ഭരണാധികാരി, അവരുടെ അധികാരി പെണ്ണാണെങ്കിൽ അങ്ങനെയുള്ള ഒരു ഖൗം വിജയിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. ഇതിനെതിരെ അള്ളാഹുവിന്റെ വഹി സ്വീകരിക്കാൻ ഭാഗ്യം ലഭിക്കാത്ത, അള്ളാഹുവിന്റെ ദീൻ സ്വീകരിക്കാനുള്ള തൗഫീഖില്ലാത്ത ആളുകൾ, വിവരമില്ലാതെ എന്ത് പറഞ്ഞാലും ശരി, എത്ര ബുദ്ധിജീവികളാണെന്ന് അവർ അവകാശപ്പെട്ടാലും ശരി, അവർക്ക് യഥാർത്ഥ അഖലില്ല.
അള്ളാഹുവിന്റെ ദീൻ ഹക്കാണ്. അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഓരോന്നും ഹക്കാണ്, വഹയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കാണ്. പെണ്ണ് എന്ത് പാടില്ല? അധികാരം പെണ്ണിന് പാടില്ല. പെണ്ണിന്റെ മൗദ, അവളുടെ മക്കാൻ അവളുടെ വീടാണ്. അവളുടെ ഏറ്റവും നല്ല ഹിജാബും അവളുടെ വീടാണ്. അവൾക്കുള്ള ഏറ്റവും നല്ല ഹിജാബ് ഏതാണ്? അവളുടെ വീടാണ്. അവളുടെ അത്യാവശ്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങരുത്. അങ്ങനെ ഇറങ്ങുമ്പോഴതാണ് പിന്നെയുള്ള വസ്ത്രധാരണം. നമ്മുടെ നാട്ടിലെ സ്ഥിതി എന്താണ്? നമ്മുടെ നാട്ടിൽ പലരും മനസ്സിലാക്കിയിട്ടുള്ളത് പർദ്ദ പിന്നെ എന്തും ആവാം. പർദ്ദ പിന്നെ ഓള് സമരം വിളിക്കാം, ജാഥ പോകാം, ധർണക്ക്, മാർച്ച് ഉദ്ഘാടനം, ഇതൊക്കെ ആരിപ്പോ പെണ്ണാണ്. ഈ പോരിച്ച ദീനാണ്. ഇതൊക്കെ ദീനാണെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ ഉമ്മത്തിൽ ഏറ്റവും വൃത്തികെട്ട കൗമതാണ് മുസ്ലിം ഉമ്മത്തിനെ നശിപ്പിക്കുന്ന വിഭാഗം. പെണ്ണുങ്ങളെ പുറത്തിറക്കുക, ജാഥക്ക് പുറത്തിറക്കുക, എന്നിട്ട് അവരെ മത്സരിപ്പിക്കുക, തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുക, അവരെയും കൊണ്ട് ജാഥ പോവുക. എന്താണ് ഇവർ ചെയ്തു കൂട്ടുന്നത്? അള്ളാഹുവിന്റെ ദീൻ മുസ്ലിം ഉമ്മത്തിന് ഇത്രയും ഫസാദ് ഉണ്ടാക്കുന്ന വേറൊരു കൗമ ഇവിടെ ദുനിയാവിലുണ്ടാവുമെന്ന് അറിയില്ല. ഇത്ര വൃത്തികെട്ട വിഭാഗം. അത് നശിപ്പിക്കാണ്, മുസ്ലിം ഉമ്മത്തിനെ നശിപ്പിക്കാണ് അവർ ചെയ്യുന്നത്. കാരണം മുസ്ലിം ഉമ്മത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബനീ ഇസ്രായേലിൽ നശിച്ചത് സ്ത്രീകളെ കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ സ്ത്രീകളെ ഫോക്കസ് ചെയ്യുന്നത്, മുസ്ലിം സ്ത്രീകളെ പുറത്തിറക്കാൻ നോക്കുന്നത്? കാരണം അവർ നശിച്ചാൽ ഈ ഉമ്മത്ത് നശിക്കും. അതിനു വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അവരെ പുറത്തിറക്കുക. അതാണ് പല ആളുകൾക്കും പറഞ്ഞിട്ടാൽ മതി, പിന്നെന്തോ ആവാം. എന്താണ് എൻട്രൻസ് പരീക്ഷ എഴുതാൻ വേണ്ടി കോടതിയിൽ പോയി ഉത്തരവ് വാങ്ങിയ പെണ്ണ് ഓളെ പോട്ടെ പത്രത്തിൽ. എന്തിനാ എന്തുത്തരവായി ഇവള് വാങ്ങിയത്? എന്താണ് ഇതൊക്കെ? ദീനാണെന്നാണ് ആളുകളുടെ വിചാരം. ദീൻ അട്ടിമറിക്കപ്പെടുകയാണ്. ഹക്ക് ബാത്തിലും ബാത്തിൽ ഹക്കുമായി ചിത്രീകരിക്കപ്പെടുകയാണ്. ദീനല്ലാത്തത് ദീനാണെന്ന് പറയുന്നു. എന്നിട്ട് ഇസ്ലാമിന് വേണ്ടി സമരം ചെയ്യുകയാണത്ര, മുസ്ലിമീങ്ങളുടെ അവകാശത്തിന് വേണ്ടി പോരാടുകയാണത്ര കുറെ പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ട്. എന്നിട്ടില്ലാത്ത കള്ള തെളിവുകൾ പറയുക. ആയിഷ റളിയല്ലാഹു അൻഹ ജിഹാദിന് പോയിട്ടുണ്ടത്ര. എന്ത് ബാത്തിലാണ് പറയുന്നത്? എന്ത് ബാത്ത്? അള്ളാഹുവിന്റെ ദീനിൽ കളവ് പറയാൻ യാതൊരു മടിയില്ല. അല്ലെങ്കിൽ വിവരക്കേട്, ഒന്നുകിൽ കളവ് അല്ലെങ്കിൽ വിവരക്കേട്. ആയിഷ റളിയല്ലാഹു അൻഹ ജമൽ യുദ്ധത്തിന് എന്താണ് ആ സംഭവം എന്ന് നമ്മൾ ഒരുപാട് തവണ വിശദീകരിച്ചിട്ടുണ്ട്. കണ്ണുള്ളവർ കാണട്ടെ, കാതുള്ളവർ കേൾക്കട്ടെ, അള്ളാഹ് സലീമായ കൽബ് നൽകിയിട്ടുള്ളവർ ചിന്തിക്കട്ടെ. അവരൊരിക്കലും ജിഹാദ് ഉദ്ദേശിച്ചിട്ട് പോയതല്ല, മറിച്ച് അവർ തന്നെ കണ്ടാൽ ജനങ്ങൾ യുദ്ധം നിർത്തും, മുസ്ലിമീങ്ങൾ പരസ്പരമുള്ള പോരാട്ടം നിർത്തും എന്തുദ്ദേശിച്ചിട്ട് പോയതാണ്. തൽഹ, സുബൈർ റളിയല്ലാഹു അൻഹുമ തുടങ്ങിയ സഹാബിമാർ അവരോട് അതാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടും അവരാ പോയതിൽ ഖേദിച്ച് കരഞ്ഞ് തൗബ ചെയ്ത് എത്രത്തോളം അവർ സ്വന്തം വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ തന്നെ ഖബറടക്കണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഈ സംഭവം നടന്നതിന് ശേഷം അവർ പറഞ്ഞു, എന്നെ ഇനി അവിടെ ഖബറടക്കണം, എന്റെ ബഖീയിൽ ബാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ കൂടെ ഖബറടക്കിയാൽ മതി. ഇതാണ് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ ചെയ്തിട്ടുള്ളത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് അവർ താക്കീത് ചെയ്തിരുന്നു. ഒരു ലക്ഷണം അവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. ഹൗ അബ് എന്ന സ്ഥലത്തെത്തിയാൽ അവിടെ ചില പട്ടികളുടെ കുരക്കൽ കേൾക്കും, നിങ്ങളിൽ ഒരുവൾ, അത് നിങ്ങളിൽ ഒരുവളിൽ ആരായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് ചെയ്യുന്നത് പോലെ പറഞ്ഞത് ആ യാത്രക്കിടയിൽ അവർക്ക് ഓർമ്മ വന്നു. ഹൗ അബ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവർ പറഞ്ഞു തിരിച്ചു പോകാം. അപ്പോഴാണ് തൽഹ, സുബൈർ റളിയല്ലാഹു അൻഹുമ തുടങ്ങിയ സഹാബിമാർ പറയുന്നത്, നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങളെ കണ്ടാൽ അവർ യുദ്ധം നിർത്തുമല്ലോ എന്ന്. അങ്ങനെ ഒരു വ്യാഖ്യാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പോയിട്ടുള്ളത്. ഇതങ്ങനെ ഇസ്ലാമിന്റെ നസ്സിന്, ഖുർആനിന്റെ നസ്സിന് എതിരായി തെളിവ് പിടിക്കാൻ എങ്ങനെ സാധിക്കും? സ്ത്രീകൾ ഉള്ളിലാണ് കഴിയേണ്ടത് എന്നത്. ഈ ആയിഷ റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്യുന്ന ഹദീസുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ചോദിക്കാണ്, നബിയെ, ഞങ്ങൾക്ക് ജിഹാദ് പുരുഷന്മാർക്ക് മാത്രമല്ലേ ഉള്ളൂ, ഞങ്ങൾക്കും വരണം, എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജിഹാദുകുന്നൽ ഹജ്ജ്, നിങ്ങളുടെ ജിഹാദ് ഏതാണ്? ഹജ്ജാണ്. നിങ്ങളുടെ ജിഹാദ് ഹജ്ജാണ്. ആരാ ഇത് റിവായത്ത് ചെയ്തത്? ആയിഷ റളിയല്ലാഹു അൻഹ. ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസാണ്. അപ്പൊ വിവരക്കേട് അല്ലെങ്കിൽ കളവ് പറഞ്ഞ് മുസ്ലിം ഉമ്മത്തിലെ സ്ത്രീകളെ നശിപ്പിക്കുന്ന വിഭാഗം. അള്ളാഹു ഇവരുടെ ഷർറിൽ നിന്ന് ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ഈ പെണ്ണ് സബയിലൊരു പെണ്ണായിരുന്നു ഭരണം. ഹുദ്ഹുദ് എന്ന് പറയുന്നു, അവിടെ ഒരു പെണ്ണാണ്, അവൾക്കൊരു അർശുമുണ്ട്. വജദ്തുഹാ വഖൗമഹാ യസ്ജുദൂന ലിശ്ശംസി, അവളെയും അവളുടെ കൗമനെയും ഞാൻ കണ്ടു ആർക്ക് സുജൂദ് ചെയ്യുന്നതായിട്ട്? സൂര്യന് സുജൂദ് ചെയ്യുന്നതായിട്ട്. എന്നിട്ട് ഹുദ്ഹുദ് പറഞ്ഞു, അല്ലാ യസ്ജുദൂ ലില്ലാഹി അല്ലദീ യുഖ്രിജുൽ ഖബഅ ഫിസ് സമാവാതി വൽ അർദ്
വഹുവ റബ്ബുൽ അർശിൽ അളീം അല്ലാ യസ്ജുദു ലില്ലാഹി അല്ലദീ യുഖ്രിജുൽ ഖബഅ ഫിസ് സമാവാതി വൽ അർദ്. അടുത്ത ആയത്തിലാണ് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ റബ്ബുൽ അർശിൽ അളീം എന്ന ആയത്ത്. ആ ആയത്തിൽ സുജൂദുണ്ട്. സുജൂദ് തിലാവത്തിന്റെ സുജൂദുള്ള ആയത്താണ് സൂറത്തുൻ നംലിൽ. ഇത് പറഞ്ഞു ഹുദ്ഹുദ് പറഞ്ഞു അള്ളാഹു ഖബ് പുറത്തെടുക്കുന്നവനാണ്. ആകാശങ്ങളും ഭൂമികളൊക്കെ ഉള്ള ഖബ് എന്ന് പറഞ്ഞാൽ ഏത് മറിഞ്ഞതും പുറത്തു കൊണ്ടുവരുന്നവനാണ് ആര്? അള്ളാഹു. അപ്പൊ ഇത് ഹുദ്ഹുദ് പറയാനുള്ള കാരണം ചില മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളത് ഹുദ്ഹുദിന് ഒരു കഴിവുണ്ട് അത്ര. അള്ളാഹു ആലം. ഹുദ്ഹുദിന് വെള്ളം, ഭൂമിക്കടിയിൽ വെള്ളമുള്ള സ്ഥലം കണ്ടെത്താൻ ആർക്ക് കഴിവുണ്ടത്ര? ഹുദ്ഹുദിന്. അപ്പോ അതുകൊണ്ടാണ് ഹുദ്ഹുദ് അങ്ങനെ പറഞ്ഞത്. ഉള്ളിലുള്ള ആർക്കും കാണാത്തതെല്ലാം പുറത്തു കൊണ്ടുവരുന്ന റബ്ബിന്, അള്ളാഹുവിന് അവർക്ക് സുജൂദ് ചെയ്തുകൊടുക്കും. അവനാണ് ഏറ്റവും വലിയ അർശിന്റെ റബ്ബ്, അവനല്ലാതെ ഇലാഹില്ല എന്ന് ഹുദ്ഹുദ് പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് നിഅമത്തുകൾ കിട്ടിയിട്ടുള്ള നബിയാണ് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹു പറഞ്ഞു വമാ കഫറ സുലൈമാൻ കുഫർ ചെയ്തിട്ടില്ല, അഥവാ സിഹർ ചെയ്തിട്ടില്ല. വലാകിന്ന ശയാത്തീന കഫറു. പിന്നെ ആരാണ് കുഫർ ചെയ്തത്? ശൈത്താന്മാരാണ് കുഫർ ചെയ്തത്. എങ്ങനെയാണ് കുഫർ ചെയ്തത്? യുഅല്ലിമൂന അന്നാസ സിഹർ, ജനങ്ങളെ സിഹർ പഠിപ്പിച്ചുകൊണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാം സിഹർ പഠിക്കൽ കുഫറാണ്, സിഹർ പഠിപ്പിക്കൽ കുഫറാണ്, പാടില്ല. ഉൻസില അലൽ മലക്കൈനി, പിന്നെ അവർ പഠിപ്പിച്ചു. എന്താണ് പഠിപ്പിച്ചത്? 2 മലക്കുകൾക്ക് അവതരിപ്പിക്കപ്പെട്ടത്. ബിബാബില, ബാബിൽ എന്നാൽ ബാബിലോണിയ എന്ന സ്ഥലമാണ്. ബാബിലിലെ 2 മലക്കുകൾക്ക്, ഹാറൂത്ത് മാറൂത്ത് എന്നീ 2 പേരുള്ള മലക്കുകൾ. ഈ മലക്കുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയതാണ്. എന്തും കൊണ്ടിറക്കിയതാണ്? സിഹറും കൊണ്ടിറക്കിയതാണ്. ജനങ്ങളെ സിഹർ പഠിപ്പിക്കാൻ. അതെന്തുകൊണ്ടാ? ഫിത്നയായി, അവർക്ക് പരീക്ഷണമായി. അത് പഠിക്കാൻ പാടില്ല ജനങ്ങൾക്ക്. പക്ഷെ അള്ളാഹു അതും കൊണ്ട് മലക്കുകൾ ഇറക്കി. അത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. അങ്ങനെ ഉണ്ടാവും, ഫിത്ന ഉണ്ടാവും. മസീഹുദ് ദജ്ജാൽ നോക്ക്, അവൻ പെയ്യാൻ പറഞ്ഞാൽ മഴ പെയ്യും, അവൻ മുളക്കാൻ പറഞ്ഞാൽ ചെടി മുളക്കും. ആരാണ് മഴ പെയ്യിപ്പിക്കുന്നത്? ആരാണ് ചെടി മുളപ്പിക്കുന്നത്? അള്ളാഹുവാണ്. ആരിലൂടെ? മസീഹുദ് ദജ്ജാലിലൂടെ. എന്തിനു വേണ്ടി? ഫിത്നയായിക്കൊണ്ട് ജനങ്ങളെ. ആരാണ് ഈമാനിൽ ഉറച്ചു നിൽക്കുക? ഇതൊക്കെ കണ്ട ഉടനെ ഇവൻ റബ്ബാണെന്ന് പറഞ്ഞ് ആരൊക്കെ പോകും? അതല്ല, എന്റെ റബ്ബ് ഇവനല്ല. ഇങ്ങനെ എന്തെങ്കിലും ചെപ്പടി വിദ്യ കാണിച്ചത് കൊണ്ട് ഒരിക്കലും അവനെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല. അതാരായാലും, തങ്ങളായാലും ബീവി ആയാലും അത് ആൾ ദൈവമായാലും ആരായാലും റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. അവരെന്ത് കാണിച്ചാലും, അവർ ആകാശത്തൂടെ പറന്നാലും, അവർ വെള്ളത്തിന് മുകളിലൂടെ നടന്നാലും അവരൊന്നും ഇലാഹല്ല. അവരൊക്കെ ശൈത്താൻ താങ്ങി നിർത്തുന്നതായിരിക്കും. അള്ളാഹുവിന്റെ പരീക്ഷണമാണിത്. റബ്ബിനോട് ദുആ പാടുള്ളൂ. നിന്റെ മാറാത്തൊരസുഖം എവിടെങ്കിലും പോയി മാറി എന്നത് നീ അവർക്ക് ഇബാദത്ത് ചെയ്യാനുള്ള തെളിവല്ല. നീ അവരോട് തേടിയാലും അള്ളാഹിനോട് മാത്രം തേടിയാലും മാറ്റി തരുന്നത് നിന്റെ റബ്ബാണ്. ഇത് പരീക്ഷണമാണ്, ഫിത്നയാണ്, വീണുപോകരുത്. എന്നതുപോലെ അള്ളാഹു ഹാറൂത്ത് മാറൂത്ത് എന്ന 2 മലക്കുകളെ ബാബിൽ എന്ന പ്രദേശത്ത് ഇറക്കി. അവർ ജനങ്ങളെ സിഹർ പഠിപ്പിച്ചു. പക്ഷേ വമാ യുഅല്ലിമാനി മിൻ അഹദിൻ, അവർ 2 പേരും ആരെ സിഹർ പഠിപ്പിക്കുമ്പോഴും അവരിങ്ങനെ പറയാതിരുന്നിട്ടില്ല. എന്താണ് പറഞ്ഞത്? ഹത്താ യഖൂല ഇന്നമാ നഹ്നു ഫിത്ന ഫലാ തക്ഫുർ, ഞങ്ങൾ ഫിത്നയാണ്, പരീക്ഷണമാണ്. ഫലാ തക്ഫുർ, നിങ്ങൾ കുഫർ ചെയ്യരുത്. എന്താ കുഫർ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഇത് പഠിക്കരുത്. അതിൽ നിന്ന് മനസ്സിലാക്കാം, അവിടെയും തെളിവുണ്ട്, ഇത് പഠിക്കൽ കുഫറാണ്, സിഹർ പഠിക്കൽ കുഫറാണ്. ഫയതഅല്ലമൂന മിൻഹുമാ, പക്ഷേ അവരിൽ നിന്ന് പഠിച്ചു. ആര് പഠിച്ചു? ജനങ്ങളിൽ ചിലർ സിഹർ പഠിച്ചു. ജനങ്ങൾ അങ്ങനെയാണ്, താൽക്കാലികമായ ലാഭമാണ് അവർ നോക്കുക. അഖലില്ലാത്ത ആളുകൾ, യഥാർത്ഥ അഖലിൽ നിന്ന് അവരെ ശൈത്താൻ തടഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് അവർക്ക് ഖൽബില്ല എന്ന് അല്ലാഹു പറഞ്ഞത്, നേരായ ഖൽബില്ല. എന്താണ് കാരണം? നേരായ ഖൽബുള്ള ഒരുവൻ ഒരിക്കലും ഏറ്റവും നല്ലത് കളഞ്ഞിട്ട് അതിനേക്കാളും മോശമായത് തിരഞ്ഞെടുക്കില്ല. നമ്മൾ ദുനിയാവിന്റെ കാര്യത്തിൽ അങ്ങനെ തിരഞ്ഞെടുക്കുന്നില്ല. പിന്നെ എങ്ങനെ ഖൈർ ഒഴിവാക്കിയിട്ട് ഷർ ഒരുവൻ തിരഞ്ഞെടുക്കാന്നുള്ളത്? പക്ഷേ ആളുകൾ അങ്ങനെയാണ്, ജനങ്ങൾ അങ്ങനെയാണ്, മനുഷ്യരിൽ പലരും അങ്ങനെയാണ്. ശൈത്താൻ അവരെ ബുദ്ധി മറച്ചു കളയും, അവരുടെ ഖൽബിനും അവർക്കുമിടയിൽ മൂടി വരും. ഹക്ക് അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. എന്തിനു വേണ്ടി? ഈ തുച്ഛമായ ദുനിയാവിന് വേണ്ടി. ഫയതഅല്ലമൂന മിൻഹുമാ, അവർ അവരിൽ നിന്ന്, ഈ 2 പേരിൽ നിന്ന് പഠിച്ചു. മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജിഹി, മാ യുഫർരിഖൂന ബിഹി, എന്തുകൊണ്ടാണോ അവർക്ക് തഫ്രീഖ് ഉണ്ടാക്കാൻ സാധിക്കുന്നത്,
ഭിന്നിപ്പിക്കാൻ സാധിക്കുന്നത്, കുഴപ്പമിളക്കി വിടാൻ സാധിക്കുന്നത് ആർക്കിടയിൽ? ബൈനൽ മർഇ, ഒരു മനുഷ്യനും, വസൗജിഹി, അവന്റെ ഭാര്യക്കുമിടയിൽ. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? സിഹർ കൊണ്ട് ഇത് സാധിക്കുമെന്ന് ഖുർആനിലെ നസ്സാണ്. അള്ളാഹു പറഞ്ഞു അങ്ങനെ സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഭാര്യക്കും ഭർത്താവിനുമിടയിൽ കുഴപ്പങ്ങൾ ഇളക്കി വിടാൻ സാധിക്കുന്നത് അവർ പഠിച്ചു. എന്താണത്? സിഹർ. അപ്പൊ സിഹറിൽ പെട്ടതാണ് തബ്ഗീർ, വെറുപ്പുണ്ടാക്കുക എന്നുള്ളത്. തഹ്ബീബ്, എന്താ തഹ്ബീബ്? ഇതിന് നേരെ വിപരീതം. എന്താ? സ്നേഹം ഉണ്ടാക്കുക എന്നുള്ളത്. ആർക്കിടയിലായിരിക്കും ഈ പ്രവൃത്തി കൊണ്ട് സ്നേഹം ഉണ്ടാക്കുക? ഹറാമായ സ്നേഹമാണ് ഉണ്ടാക്കുക. സ്നേഹം വേണ്ടതാണ്, സ്നേഹം മഹ്മൂദായ സ്നേഹം പ്രശംസനീയമാണ്. ആർക്കിടയിൽ? ഭാര്യക്കും ഭർത്താവിനിടയിൽ. അവിടെ എന്തുണ്ടാക്കും? വെറുപ്പുണ്ടാക്കും. ചില സഹോദരങ്ങൾ ഏലമാക്കളോട് ഫത്വ ചോദിക്കാറുണ്ട്. എന്താ അറിയോ? ഭാര്യയും ഭർത്താവും ഭയങ്കര വെറുപ്പായിരുന്നു. അവസാനം 3 തലാഖും കഴിഞ്ഞു. എന്നിട്ടതാ ഇദ്ദക്കിടയിൽ. പിന്നെ ഇവന് പാടില്ലല്ലോ, ഹറാമാണ്. അവള് ഒരിക്കലും പാടില്ല. അവളെ വേറെ ആള് സ്വാഭാവികമായി നിക്കാഹ് ചെയ്യണം. എന്നിട്ട് സ്വാഭാവികമായി അവർ തമ്മിൽ തലാഖുണ്ടാകണം. എങ്കിൽ മാത്രമേ, പിന്നീട് ഇവർക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ വിവാഹം പാടുള്ളൂ. അള്ളാഹുവിന്റെ ഹുക്മാണ്. പക്ഷേ ഇവർ തമ്മിൽ പിന്നുണ്ടാകുന്നു എന്ത്? ഹബ്ബ്. അവളെ തന്നെ വേണം. പലമാക്കൾ അതിന് മറുപടി പറഞ്ഞു, ചിന്തിച്ചു നോക്ക്, ഇത് ശൈത്താന്റെ കെണിയാണ്. നിങ്ങൾക്കിടയിൽ ഏറ്റവും സ്നേഹം ഉണ്ടാകേണ്ട സമയത്ത് അവൻ നിങ്ങൾക്കിടയിൽ എന്തുണ്ടാക്കി? വെറുപ്പുണ്ടാക്കി. അവസാനം നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഹറാമായപ്പോൾ അവനെ നിങ്ങൾക്കിടയിൽ എന്തുണ്ടാക്കുകയാണ്? താല്പര്യം ഉണ്ടാക്കുകയാണ്. ശൈത്താന്റെ കെണി ആലോചിച്ച് നോക്കണം. ശൈത്താന്റെ കെണി അത്രയും വലുതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ എന്താണോ അതിന് നേരെ എതിര്. വസയ്യന ലഹും ശൈത്താനു അഅമാലഹും, അവർക്ക് അവരുടെ അമൽ ശൈത്താൻ സീനത്താക്കി കൊടുക്കണം. ഖൈറിനെ ഷർറിനെ സീനത്താക്കി കൊടുക്കുക, അലങ്കരിച്ചു കൊടുക്കുക, അതിന് പല ന്യായങ്ങളും പറഞ്ഞു കൊടുക്കുക. അത് കുഴപ്പമില്ല, അങ്ങനല്ലേ, ഈ സാഹചര്യത്തിലല്ലേ, അങ്ങനല്ലേ, ഇങ്ങനല്ലേ എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. ഖൈറിനാകട്ടെ ഖൈറിനോട് താല്പര്യം ഇല്ലാതെയാക്കും, മടുപ്പ് തോന്നിക്കും. ഇതൊക്കെ ശൈത്താന്റെ പ്രവർത്തനങ്ങളാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനോട്, നമ്മൾ ഉപ്പാനോട് പറഞ്ഞ എന്താണ്? ചിന്തിച്ചു നോക്കുക, അള്ളാഹു വിലക്കിയതാണ് ആ മരം. എന്താണ് ശൈത്താൻ വന്നിട്ട് പറഞ്ഞത്? ഹൽ അദുല്ലുക്കും അലാ ശജറത്തിൽ ഖുൽദി വമുൽക്കിൻ ലാ യബ്ല, നിങ്ങൾക്ക് ഞാനൊരു മരം കാണിച്ചു തരട്ടെ. എന്താ മരത്തിന്റെ പേര്? ഷജറത്തുൽ ഖുൽദ്, ഖുൽദിന്റെ മരമാണ്. ആദ്യം നിന്ന് തിന്നാൽ ഇവിടെ നിങ്ങൾക്ക് കാലാകാലം ജീവിക്കാം. വമുൽക്കിൻ ലാ യബ്ല, ഒരിക്കലും തീർന്നു പോകാത്ത അധികാരവും നിങ്ങൾക്ക് അത് തിന്നാൻ കിട്ടും. അള്ളാഹു വിലക്കിയ മരമാണ്. ശൈത്താൻ അതിനെ പേരുമാറ്റി വിളിക്കുന്നു, അതിലില്ലാത്ത ഖൈറുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുന്നു. പിന്നെയോ മനുഷ്യന് ഏറ്റവും താല്പര്യമുള്ള 2 കാര്യമാണ് പഠിപ്പിച്ചു കൊടുത്തത്. ഒന്നെന്താ? എപ്പോഴും ഇതുണ്ടാണ്, നിൽക്കുന്ന സുഖങ്ങൾ, കിട്ടുന്ന സുഖങ്ങൾ നിലനിൽക്കണം. 2 എന്താ? അധികാരം ഉണ്ടാണ്, പവറുണ്ടാണ്. ഇത് മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനോടൊക്കെ ഹബ്ബുള്ളവനായിട്ടാണ് പഠിച്ചിട്ടുള്ളത്. ശൈത്താൻ പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും നിസാരമായത്. അത് അള്ളാഹിനെ മഅസിയത്ത് ചെയ്താൽ വൻ നഷ്ടമാണ്, വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഉണ്ടാവുക വലിയ നഷ്ടമാണ്, പക്ഷേ ഇങ്ങനെ വഞ്ചിക്കും. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, യാ ബനി ആദം ലാ യഫ്തിനന്നകുമുശ് ശൈത്താനു കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന. യാ ബനി ആദം, ആദമിന്റെ മക്കളെ, നിങ്ങളെ ശൈത്താൻ ഫിത്നയിലാക്കാതിരിക്കട്ടെ. കമാ അഖ്റജ അബവൈകും, നിങ്ങളുടെ ഉപ്പാനെയും ഉമ്മാനെയും അവൻ പുറത്താക്കിയതുപോലെ, മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന്. എത്ര നസീഹത്തുള്ള വാക്കാണത്. യാ ബനി ആദം ലാ യഫ്തിനന്നകുമുശ് ശൈത്താനു കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന. ഇങ്ങനെ ഇവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത്, ഭാര്യക്കും ഭർത്താവിനും ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത് അവർ പഠിച്ചു. അപ്പൊ സിഹർ കൊണ്ട് അങ്ങനെ ഉണ്ടാകും, തബ്ഗീദ് ഉണ്ടാകും, തഹ്ബീബും ഉണ്ടാകും. വശീകരിക്കാൻ സിഹറുണ്ട്, തെറ്റിക്കാനും സിഹറുണ്ട്. നല്ല ബന്ധങ്ങൾ തെറ്റിക്കും, പാടില്ലാത്തവരെ തമ്മിൽ അടുപ്പിക്കും. അതൊക്കെ സിഹറിന്റെ ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഖുർആനിലായതാണ്. വമാ ഹും ബിദാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. വമാ ഹും ബിദാരീന ബിഹി മിൻ അഹദിൻ, അവർക്ക് അതുകൊണ്ട് സിഹർ കൊണ്ട് ആരെയും ഉപദ്രവിക്കാൻ സാധ്യമല്ല. ഇല്ലാ ബിഇദ്നില്ലാഹ്, ആരുടെ ഇതിനോടെ അല്ലാതെ? അള്ളാഹുവിന്റെ ഇതിനോടെ അല്ലാതെ. അതുകൊണ്ട് സിഹറിനെ നമ്മൾ ഭയപ്പെടണ്ട, അള്ളാഹുവിൽ തവക്കുലാക്കുക. മുഅ്മിൻ എപ്പോഴും അമ്നിലായിരിക്കണം, നിർഭയത്വത്തിലായിരിക്കണം, പേടിച്ചു നടക്കാൻ പാടില്ല ഒന്നിനെ. അള്ളാഹുവിൽ തവക്കുലാക്കുക. ഇപ്പോൾ നാട്ടിൽ എന്തൊക്കെ രോഗങ്ങളുണ്ട്,
നാട്ടിൽ എന്തൊക്കെ അപകടങ്ങളുണ്ട്, നമ്മളെല്ലാം പേടിച്ചെടുക്കല. അള്ളാഹു തവക്കുലാക്കുക, അവനോട് ദുആ ചെയ്യുക എന്നതല്ല, അവൻ ഉദ്ദേശിച്ചത് സംഭവിക്കും. അള്ളാഹു ഉദ്ദേശിച്ചത് നടക്കും, അള്ളാഹു ഉദ്ദേശിക്കാത്ത നടക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖവിയായ റബ്ബിനോടാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ശൈത്താന്റെ കാര്യവും. ശൈത്താന്റെ കാര്യം അങ്ങനെ തന്നെ. അള്ളാഹു ശൈത്താനെ കുറിച്ച് പറഞ്ഞു, ഇന്ന കൈദ ശൈത്താന കാന ദഈഫ. ശൈത്താന്റെ കുതന്ത്രം ദുർബലമാണ്. മനുഷ്യനെ കുറിച്ച് അള്ളാഹു എന്താ പറഞ്ഞത്? വഖുലിഖൽ ഇൻസാനു ദഈഫ. മനുഷ്യൻ അള്ളാഹു പഠിച്ചിട്ടുള്ളത് എങ്ങനെയാണ്? മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ദഈഫായിട്ടാണ്. അപ്പൊ മനുഷ്യനും ദഈഫാണ്, ശൈത്താന്റെ കുതന്ത്രവും ദഈഫാണ്. രണ്ട് ദഈഫുകൾ തമ്മിലാണ് യുദ്ധം. ആരാണ് ജയിക്കുക? അല്ലദി യസ്തൻജിദു ബിൽ ഖവി. അല്ലദി യസ്തൻജിദു ബിൽ ഖവി. ഖവിയുടെ സഹായം ആർക്കാണ് കിട്ടുന്നത്? അവനാണ് ജയിക്കുക. ആരാണ് അൽ ഖവി? അള്ളാഹുവാണ്. അള്ളാഹിനോട് സഹായം തേടുക. അത് ദഈഫ, അവന്റെ തന്ത്രം ദഈഫാണ്, നീയും ദഈഫാണ്. നിനക്ക് അള്ളാഹിന്റെ സഹായം ഇല്ലാതെ നടക്കൂല. നീ അള്ളാഹുവിനോട് സഹായം തേടുക. അവന്റെ സഹായം കിട്ടിയാൽ യൻസുറുക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ സഹായിച്ചാൽ ഫലാ ഗാലിബ ലക്കും, നിങ്ങളെ തോൽപ്പിക്കാൻ ആരുമില്ല. വയ്യഖ്ദുൽക്കും, അവൻ നിങ്ങളെ കൈവിട്ടാൽ ഫമൻ ദല്ലദി യൻസുറുക്കും മിൻ ബഅദിഹി, അവനെ കഴിഞ്ഞാൽ ആരുണ്ട് നിങ്ങളെ സഹായിക്കാൻ? അള്ളാഹുവിന്റെ ചോദ്യമാണ്. അതുകൊണ്ട് അള്ളാഹുവിൽ തവക്കുലാക്കുക. അള്ളാഹു പറഞ്ഞു, അവന്റെ ഇതിനോടെയല്ലാതെ, അനുമതിയോടെയല്ലാതെ സിഹർ കൊണ്ട് ആർക്കും ആരെയും ദ്രോഹിക്കാൻ സാധ്യമല്ല. വയതഅല്ലമൂന, അവർ പഠിക്കുന്നു, മാ യദുർറുഹും, അവർക്ക് ദ്രോഹമുണ്ടാക്കുന്നത്, വലയംഫഉഹും, അവർക്ക് ഉപകാരമുണ്ടാക്കാത്തത്. സാഹിർ എന്തിനാണ് സാഹിറാകുന്നത്? ജോത്സ്യൻ എന്തിനാണ് ജോത്സ്യനാകുന്നത്? ദുനിയാവിൽ തുച്ഛമായ ചില സുഖത്തിന് വേണ്ടിയിട്ടാണ്. ഒന്ന് അവന് കിട്ടുന്ന പദവിയും ഇതൊക്കെ. ഇവന്റെ ഇങ്ങനത്തെ ദഈഫുൽ ഈമാൻ, ഈമാൻ ഇല്ലാത്ത വിഡ്ഢികളായ ആളുകൾ അവരിവനെ ബഹുമാനിക്കും, അവൻ ആദരിക്കും. അതുപോലെ ശൈത്താനെ കൊണ്ട് അവന് കിട്ടുന്ന ചില്ലറ സുഖങ്ങൾ, ഒരു പ്രത്യേക ഹാൽ, ചിലതൊക്കെ അവന് ശൈത്താൻ അറിയിച്ചു കൊടുക്കും. ശൈത്താൻ അറിയുള്ളത്, ശൈത്താൻ ഗൈബ് അറിയോ? ഇല്ല. മുന്നിലുള്ള സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായിട്ടുണ്ട്. മുന്നിൽ നിൽക്കുന്ന സുലൈമാൻ നബി മരിച്ചിട്ടുണ്ടോ ഹയാത്തുണ്ടോ എന്ന് അറിയാത്തവരാണ് ശൈത്താന്മാർ. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ജിന്നുകളെ കൊണ്ട് ജോലി ചെയ്യിച്ചു. കെട്ടിട നിർമ്മാണം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, മാ ദല്ലഹും അലാ മൗതിഹി ഇല്ലാ ദാബത്തുൽ അർദി തഅകുലു മിൻ സഅതഹി ഫലമ്മാ ഖറ തബയ്യനത്തിൽ ജിന്നു അൻ ലൗ കാനൂ യഅലമൂനൽ ഗൈബ മാ ലബിസൂ ഫിൽ അദാബിൽ മുഹീൻ. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം മൗതായി പോയിട്ടുണ്ട്, മരിച്ചുപോയിട്ടുണ്ട് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായത് ചിതൽ വന്ന് സുലൈമാൻ നബിയുടെ ഊന്നി നിന്ന വടി തിന്നപ്പോഴാണ്. അങ്ങനെ വടി മുഴുവൻ തിന്നു തീർന്നപ്പോൾ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം താഴേക്ക് വീണു. അപ്പൊ ജിന്നുകൾക്ക് മനസ്സിലായി, നമുക്ക് ഗൈബ് അറിയുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഇത്രയും നിന്യമായ ഈ ശിക്ഷ സുലൈമാൻ നബിനെ പേടിച്ചിട്ട് ഇത് ഈ പണി ഇങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം വടി ചിതറുന്നപ്പോഴാണ് വീണത്. കാരണം അള്ളാഹുവിന്റെ അംബിയ അവരുടെ ശരീരം മണ്ണ് തിന്നുകയില്ല, അവരുടെ ശരീരം മണ്ണ് തിന്നുകയില്ല. എന്നുവെച്ചാൽ അവരോട് ദുആ ചെയ്യാൻ പാടുണ്ടോ? അള്ളാഹിനോടല്ലാത്ത ദുആ ഇല്ല. അവരൊക്കെ അവരുടെ ഖബറുകളിൽ അവരുടേതായ ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് സ്ഥിരപ്പെട്ടിട്ടുള്ളതാണ്. അള്ളാഹുവിന്റെ അംബിയ അവരുടെ ഖബറുകളിൽ അഹ്യാ ആണ്, ജീവിച്ചിരിക്കുന്നവരാണ്. എന്ന് പറഞ്ഞാൽ എന്താ? ഈ ലോകമായിട്ട് അവർക്ക് ബന്ധമുണ്ടെന്നല്ല അതിന്റെ അർത്ഥം. മറിച്ച് അവരുടേതായ ബർസഖിലെ ജീവിതമാണിത്. ഒരു നബിയോടും ദുആ ഇല്ല, ഒരു വലിയനോടും ദുആ ഇല്ല. അവരാരും നമ്മുടെ ദുആ കേൾക്കുകയില്ല. അള്ളാഹു മാത്രമാണ് നമ്മുടെ ദുആ കേൾക്കുക. അവർക്ക് എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടെന്ന് അള്ളാഹു പറഞ്ഞു, അവന്റെ റസൂല് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുണ്ട് ഒരു മഖ്ലൂഖിനോട്. അവർക്ക് അള്ളാഹുവിന്റെ മഖ്ലൂഖാണ്. നമുക്ക് മഖ്ലൂഖിനല്ല ഇബാദത്ത് ചെയ്യേണ്ടത്, മഖ്ലൂഖ് അവന്റെ ഖാലിഖിനാണ് ഇബാദത്ത് ചെയ്യേണ്ടത്. അങ്ങനെ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം വീണപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. തൊട്ടു മുന്നിലുള്ളത് പോലും അവരറിഞ്ഞില്ല. അപ്പൊ അവർക്ക് ഗൈബ് അറിയുകയില്ല. ചിലത് മനുഷ്യനറിയാത്തത് അവരറിയും. അവർക്ക് വേഗതയുണ്ട്. അവര് നാം കാണാതെ നമ്മളെ കാണുന്നുണ്ട്. അപ്പോ മനുഷ്യന്മാര് കാണാതെ തന്നെ അവരടുത്ത് നിന്ന് അവർ ചെയ്യുന്നതൊക്കെ അറിയാൻ സാധിച്ചേക്കും. അത് ചിലത് അവൻ ജ്യോത്സ്യന്മാർക്ക് അറിയിച്ചു കൊടുക്കും. എന്തിനാ അറിയിച്ചു കൊടുക്കുന്നത്? ആളുകളെ മുശ്രിക്കാക്കാൻ, ആളുകളെ കാഫറാക്കാൻ. കാരണം അപ്പോഴാണ് ആൾ കൂടുക. ആൾ ദൈവങ്ങളുടെ അടുത്ത് ഇത്രയും ആളുകളുള്ളത് വെറുതെ അല്ല, ഇങ്ങനെ പലതും കാണിച്ച് അവരവരെ പാട്ടിലാക്കിയിട്ടുണ്ട്. പല അത്ഭുതങ്ങൾ. കേരളത്തിലെ വലിയൊരു ആദ്യത്തെ മന്ത്രിസഭയിലുള്ള ഒരു മന്ത്രി മരിച്ചുപോയി. മൂപ്പര് പറഞ്ഞു, ഞാനൊരാൾ ദൈവത്തിന്റെ അടുത്ത് എത്തിയപ്പോൾ എന്താണ് മോതിരം എന്തോ വായുന്ന് ഇങ്ങനെ എടുത്തിട്ട് തന്നു. അതോടുകൂടി അയാളുടെ ഭക്തനായി മാറി. അത്രേ വേണ്ടുള്ളൂ. എന്തെങ്കിലും നിസാരമായത് കിട്ടിയാൽ
അവരുടെ ഏറ്റവും വലിയത് റബ്ബിന് മാത്രം കൊടുക്കണം, ഇബാദത്ത് അതാ കൊടുക്കുക. എത്ര ബുദ്ധികെട്ടവനാണ് ഈ മനുഷ്യന്മാർ, ഇങ്ങനെയുള്ള ആളുകൾ. ഇങ്ങനെ ശൈത്താന്മാർ അവർക്ക് തന്നെ ഉപദ്രവം ഉണ്ടാക്കുന്നത് ആണ് ഈ ജനങ്ങൾ ശൈത്താന്മാരിൽ നിന്ന് പഠിച്ചത്. ഞാൻ പറഞ്ഞു വന്നത്, ചില്ലറ ഇങ്ങനത്തെ ഉപകാരമാണ് അവർക്കുള്ളത്, പക്ഷെ പിന്നെ അതെന്താവും, ഇവർക്ക് തന്നെ ഉപദ്രവം. സാഹിറന്മാരുടെ അന്ത്യം എങ്ങനെ ആയിരിക്കും? വളരെ മോശമായിരിക്കും. കാരണം ശൈത്താൻ ഇവനെ കൊണ്ട് പലരെയും കളിപ്പിച്ചു, അവസാനം ശൈത്താൻ ഇവനെ തന്നെ കളിപ്പിക്കും. മനസ്സിലായോ? ഇവനെ കൊണ്ടായിരിക്കും പിന്നെ ശൈത്താന്റെ കളി. ഇവനെ എന്താണ് ഒരു വല്ലാത്ത അവസ്ഥയിലാക്കി കളി. പല സാഹിറന്മാരുടെയും അന്ത്യം പലരും അങ്ങനത്തെ വിഷയങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത് വളരെ മോശമായിരിക്കും. ഭ്രാന്തന്മാരെ പോലെയൊക്കെ ആയി ശൈത്താൻ തലാഊബ് കാണിക്കും, കളിക്കും മനുഷ്യനെ കൊണ്ട്. അവന് കിട്ടിയെന്ന് കണ്ടാൽ അവനെ കൊണ്ട് തലാഊബായിരിക്കും, പിന്നെ അവനെ വട്ടം കറക്കും. അങ്ങനെ ആക്കിയിട്ടുള്ള ആളുകൾ അവർക്ക് തന്നെ ദ്രോഹം ഉണ്ടാക്കുന്നത് ഈ ലോകത്തും പരലോകത്തും. വലഖദ് അലിമു, അവരറിഞ്ഞിട്ടുണ്ട്, യഹൂദികൾ അറിഞ്ഞിട്ടുണ്ട്. ലമൻ ഇസ്തറാഹു, ആരാണോ വിലക്ക് വാങ്ങിയത് അതിനെ, സിഹറിനെ, മാലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, അവന് പരലോകത്ത് ഒരോഹരിയുമില്ല. എന്തുകൊണ്ടാണ്? അത് കുഫറാണ്. വലബിഅസ മാ ശറൗ ബിഹി അൻഫുസഹും, അവർ സ്വന്തത്തെ വിറ്റ് വിലക്ക് വാങ്ങിയത് എത്ര മോശമാണ്. ലൗ കാനു യഅലമൂൻ, അവരറിഞ്ഞിരുന്നുവെങ്കിൽ. ബാക്കി എന്താ? വലൗ അന്നഹും ആമനു വത്തഖൗ ലമസൂബത്തും മിൻ ഇൻദില്ലാഹി ഖൈർ ലൗ കാനു യഅലമൂൻ, അവർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ, അള്ളാഹിനെ സൂക്ഷിച്ചിരുന്നുവെങ്കിൽ അള്ളാഹിന്റെ പ്രതിഫലം എത്രയോ വലുതാണ്. സിഹർ ചെയ്തിട്ട് കിട്ടുന്ന ഇങ്ങനത്തെ ചില്ലറ കാര്യങ്ങളെക്കാളും എത്രയോ വലുതാണ് അള്ളാഹിന്റെ പ്രതിഫലം. അപ്പൊ സിഹർ എന്നതിന് ഹഖീഖത്തുണ്ട്. അത് എന്താണ് എന്ന് നമ്മൾ മുമ്പേ പറഞ്ഞു. ഇതാണ് സിഹറിന്റെ ആയത്ത്. സൂറത്തുൽ ബഖറയിലെ ആയത്താണ്, 102-ാമത്തെ ആയത്ത്. അടുത്തത് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, വഖൗലുഹു, അള്ളാഹുവിന്റെ ഈ ആയത്തും സൂറത്തു നിസായിലെ 51-ാമത്തെ ആയത്ത്, യുഅ്മിനൂന ബിൽ ജിബ്തി വത്താഗൂത്ത്, യുഅ്മിനൂന ബിൽ ജിബ്തി വത്താഗൂത്ത്, ജിബ്തിലും താഗൂത്തിലും അവർ വിശ്വസിക്കുന്നു. ബനൂ ഇസ്രായേൽ യഹൂദികളെ കുറിച്ച് പറഞ്ഞതാണ്. എന്താണ് ജിബ്ത്? ഖാല ഉമർ പറഞ്ഞു, അൽ ജിബ്തു അസ്സിഹർ വത്താഗൂത്ത് അശ്ശൈത്താൻ. ജിബ്ത് എന്നാൽ സിഹറാണ്, താഗൂത്ത് എന്നാൽ ശൈത്താനാണ്. ഇതിൽ രണ്ടിലും അവർ വിശ്വസിച്ചു. ഇത് ജിബ്തിന്റെയും താഗൂത്തിന്റെയും ഒരു തഫ്സീറാണ്, വേറെയും തഫ്സീറുകൾ അതിന് വന്നിട്ടുണ്ട്. വഖാല ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത്തവാഗീത്ത്, താഗൂത്തിന്റെ ജംആണ്, ബഹുവചനമാണ് തവാഗീത്ത്. തവാഗീത്ത് എന്നാൽ കുഹാനുൻ, കാഹിനുകളാണ്. കാഹിൻ എന്നാൽ ആരാണ് കാഹിൻ? ജോത്സ്യൻ. കുഹാനുൻ കാന യൻസിലു അലൈഹിമു ശൈത്താൻ, ശൈത്താൻമാർ ഇറങ്ങി വരുന്ന കാഹിനുകളാണ്, ജ്യോത്സ്യന്മാരാണ്. ശൈത്താൻ എന്തിനാണ് ഇറങ്ങുന്നത്? ഇവരെ സഹായിക്കാൻ. അവരെ സഹായിക്കുന്നത് കുഫറിൽ ആളെ കൂട്ടാൻ വേണ്ടിയാണ്, ശിർക്കിൽ ആളുകളെ കൂട്ടാൻ വേണ്ടിയാണ്. എത്ര ആളുകൾ മുസ്ലിം ഉമ്മത്തിൽ, എത്ര ആളുകൾ അവർക്ക് തൗഹീദ് പറഞ്ഞു കൊടുത്തോക്ക്. അവരുടെ ന്യായം എന്താ? ഞങ്ങൾ അവിടെ പോയി ഇന്നതുണ്ടായി, അവിടെ പോയപ്പോൾ ഈ രോഗം മാറി, അവിടെ പോയപ്പോൾ ഇങ്ങനായി, ഇങ്ങനെ പലതും. ഈ തുച്ഛമായ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി, ദുനിയാവിന് വേണ്ടി അവർ അവരുടെ ദീൻ നശിപ്പിക്കുന്നു. കുഹാനും കാന യൻസിലു അലൈഹിമു ശയാത്തീൻ ഫി കുല്ലി ഹയ്യിൻ വാഹിദുൻ, ഓരോ ഹയ്യിലും ഓരോരുത്തരുണ്ടാവും. ഹയ്യ് എന്നാൽ ഇവിടെ അർത്ഥം ഗോത്രം. ഓരോ ഗോത്രത്തിലും ഇതുപോലത്തെ ഓരോ ശൈത്താന്മാരുണ്ടായിരുന്നു. അവരവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ, ഒരാളെ കാണാണ്ടായി, ഒരു വസ്തു കാണാണ്ടായി, എന്തെങ്കിലും ഇതുപോലത്തെ കാര്യങ്ങളുണ്ടായി, അപ്പോൾ ഓരോ ഗോത്രക്കാർ അവരവരുടെ സാഹരന്മാരുടെ അടുത്തേക്ക് ചെല്ലും. ഇപ്പോൾ അങ്ങനെ തന്നെ നോക്ക്, ഓരോ നാട്ടിലും ഓരോന്നുണ്ടാവും, ഓരോ നാടുകളിൽ ഓരോന്നുണ്ടാവും. ചിലത് ലോക്കൽ ഉണ്ടാവും, പിന്നെ അവർ റെഫർ ചെയ്യും വേറെ അടുത്തേക്ക്. ചില തങ്ങന്മാർ റെഫർ ചെയ്യുന്നത് അടുത്ത തനി മുശ്രിക്കുകളായ മറ്റേ സമുദായത്തിൽപ്പെട്ട ആളുകൾ. ഇത് നമുക്ക് തീർക്കാൻ പറ്റിയതല്ല, ഇത് വലുതാണ്. കാരണം ഇതിന് ശൈത്താന്റെ തനി അടിമക്ക് മാത്രം തീർക്കാൻ പറ്റുന്നില്ല, ഞാൻ അത്രയും എത്തിയിട്ടില്ല, അവിടെ പോകണം എന്ന് പറയുന്ന സഹരന്മാരുണ്ട്. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്, നമ്മുടെ കൺമുന്നിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ മുമ്പ് ഓരോ ഹയ്യിലും ഓരോന്നുണ്ടാവും, പിന്നെ കുറച്ച് അറിയപ്പെട്ടതുണ്ടാവും, അവരുടെ അടുത്തേക്ക് കുറച്ച് ദൂരെ നിന്നൊക്കെ ആളുകൾ വരും. അങ്ങനെയുള്ളത്. കാരണം ഷെയ്ത്താനെ നേരിട്ട് പൂജിക്കുന്ന ആളുകളുണ്ട്. ഷെയ്ത്താൻ എന്നുള്ള പേരിൽ തന്നെ കുട്ടിച്ചാത്തൻ എന്ന് പറഞ്ഞാൽ എന്താ? കുട്ടി ഷെയ്ത്താനാണ്. ചാത്തൻ എന്നുള്ളത് ഷെയ്ത്താന്റെ മലയാളം. നേരെ പൂജിക്കുന്നു. ചാത്തൻ സേവ എന്ന് പറഞ്ഞാൽ എന്താ? ഷെയ്ത്താനെ സേവിക്കും നേരെ. ഷെയ്ത്താനെ വേറെ പേരിട്ടിട്ടില്ല, വേറെ പേരിട്ടാലും അവനെ ഇബാദത്ത് ഷെയ്ത്താനെ തന്നെയാണ്. അല്ലാഹു പറഞ്ഞു, അലം അഅഹദി ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ വഅൻ അഅ്ബുദൂനി ഹാദാ സിറാത്തുൻ മുസ്തഖീം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറയുന്നത്? അലം അഅഹദി ഇലൈക്കും യാ ബനി ആദം, ആദമിന്റെ മക്കളെ ഞാൻ നിങ്ങളോട് കരാർ ചെയ്തതല്ലേ, നിങ്ങൾ ആരെ ഇബാദത്ത് ചെയ്യരുത്? ശൈത്താനെ ഇബാദത്ത് ചെയ്യരുത്.
ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. അള്ളാഹിന്റെ ശത്രു ആയി എന്നത് തന്നെ മതി നമ്മളവനെ വെറുക്കാൻ. നമ്മൾ ഖാലിഖായ നമ്മളേറ്റവും സ്നേഹിക്കേണ്ട റബ്ബിന്റെ ശത്രു ആയാൽ തന്നെ മതി ശൈത്താൻ നമ്മൾ വെറുക്കാൻ, അവൻ ഒഴിവാക്കാൻ. പിന്നെ എങ്ങനെയാണ് അവൻ റബ്ബിന്റെ മാത്രമല്ല നമ്മുടെ കൂടി ശത്രുവായാൽ എന്ന് മാത്രമോ, റബ്ബിന്റെ ശത്രുത അവൻ സമ്പാദിച്ചത് തന്നെ നമ്മുടെ വിഷയത്തിലാണ്, നമ്മുടെ ഉപ്പയായ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാര്യത്തിലാണ്. അതുകൊണ്ടാണ് അള്ളാഹു ചോദിച്ചത് അഫതത്തഖിദൂനഹു വദുർരിയതഹു ഔലിയാ മിൻ ദൂനി, എന്നിട്ട് എനിക്ക് പകരം അവനെയും അവന്റെ മക്കളെയും നിങ്ങൾ ഔലിയ ആക്കുകയാണോ, നിങ്ങളുടെ മിത്രങ്ങളാക്കുകയാണോ? ബിഅസ ലിസ്സാലിമീന ബദല. അഫതത്തഖിദൂനഹു വദുർരിയതഹു ഔലിയാ മിൻ ദൂനി വഹും ലക്കും അദു, അവൻ നിങ്ങളുടെ ശത്രുക്കളായിരിക്കെ, അവർ നിങ്ങളുടെ ശത്രുക്കളായിരിക്കെ. ബിഅസ ലിസ്സാലിമീന ബദല, എത്ര മോശമാണ് അക്രമികൾക്ക് പകരം കിട്ടിയത്. റബ്ബിന് പകരം ശൈത്താനെയാണല്ലോ അവർക്ക് കിട്ടിയിട്ടുള്ളത് എന്നതുപോലെ ഇങ്ങനെ ഓരോ ഹയ്യിലും ഓരോരുത്തൻ ഉണ്ടാകും. അടുത്തത് وعن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال, رسول الله صلى الله عليه وسلم പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു. എന്താണ് അവിടുന്ന് പറഞ്ഞത്? ഇജ്തനിബൂ അസ്സബഅൽ മൂബിഖാത്ത്. قالوا يا رسول الله وما هن؟ قال الشرك بالله والسحر وقتل النفس التي حرم الله إلا بالحق وأكل الربا وأكل مال اليتيم والتولي يوم الزحف وقذف المحصنات الغافلات المؤمنات. رسول الله صلى الله عليه وسلم പറഞ്ഞു, ഇമാം ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്, നിങ്ങൾ ഇജ്തനിബൂ ഒഴിവാക്കണം അസ്സബഅൽ മൂബിഖാത്ത്, മൂബിഖാത്തായ 7 എണ്ണം. മൂബിഖാത്ത് എന്നാൽ ഔബഖ എന്നാൽ നശിപ്പിച്ചു കളയുക എന്നാണ്. നശിപ്പിച്ചു കളയുന്ന 7 കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം. 7 വൻ പാപങ്ങൾ നമ്മളൊക്കെ മുമ്പേ മനസ്സിലാക്കിയിട്ടുള്ള പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഖാലു, അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വമാ ഹുൻ, ഏതൊക്കെയാണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശ്ശിർക്കു ബില്ലാഹ്, ഒന്നാമത്തത് ശിർക്കാണ്, അല്ലാഹുവിൽ പങ്കു ചേർക്കുക. 2 സിഹർ, സിഹറാണ് ഈ പറഞ്ഞ സിഹർ. 3 വഖത്ലു നഫ്സില്ലതി ഹറമല്ലാഹു, അല്ലാഹു ഹറാമാക്കിയ നഫ്സിനെ കൊല്ലലാണ്. അല്ലാഹു രക്തം ഹറാമാക്കിയ, രക്തം ചിന്താൻ പാടില്ല എന്ന് ഹറാമാക്കിയ നഫ്സിനെ കൊല്ലലാണ്. ഇല്ലാ ബിൽ ഹഖ്, അതിന്റെ ഹക്കോടെയല്ലാതെ. ഒരാളുടെ രക്തം എപ്പോഴാണ് അനുവദനീയമാകുന്നത്? അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ നിയമങ്ങളുണ്ട്, ആ സമയത്തല്ലാതെ പാടില്ല. വാക്കുലുർ റിബ, അക്കുലുർ റിബ എന്താണ്? പലിശ തിന്നലാണ്. പലിശ കൊടുക്കലും പലിശ തിന്നലും ഏതാണ് കൂടുതൽ അശദ്, ഏതാണ് കൂടുതൽ കടുത്തത്? പലിശ തിന്നലാണ്, വാങ്ങലാണ് കൂടുതൽ കടുത്തത്. വല്ലാഹു അലം. വാക്കുലു മാലിൽ യതീം, യതീമിന്റെ സ്വത്ത് തിന്നലാണ്, അന്യായമായി തിന്നുക. വത്തവല്ലി യൗമ സഹഫ്, സഹഫിന്റെ ദിവസം പിന്തിരിഞ്ഞോടുക. സഹഫ് എന്നാൽ യുദ്ധം, യുദ്ധസമയത്ത് പിന്തിരിഞ്ഞോടുക. വഖദ്ഫുൽ മുഹ്സനാത്തി, ഖദ്ഫ് എന്നാൽ എറിയുക. ഇവിടെ എറിയുക എന്നർത്ഥം വ്യഭിചാരാരോപണം കൊണ്ട് എറിയുക. ആരെ? അൽ മുഹ്സനാത്ത്. മുഹ്സനാത്ത് എന്നാൽ, മുഹ്സനാത്ത് എന്നാൽ ചാരിത്രമുള്ള സ്ത്രീകൾ, അവരുടെ ഗുഹ്യാവയം സൂക്ഷിച്ചിട്ടുള്ള നല്ലവരായ പെണ്ണുങ്ങൾ. അൽ ഗാഫിലാത്ത്, ഗാഫിലാത്ത് എന്താ? ഗഫ്ലത്ത് എന്താണ്? അശ്രദ്ധർ. അശ്രദ്ധരായവർ എന്ന് പറഞ്ഞാൽ എന്താ? അവരതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് കൂടിയില്ല, അവരുടെ ചിന്തയിൽ പോലും ഹറാമില്ല. അങ്ങനത്തെ അൽ മുഅ്മിനാത്ത്, മുഅ്മിനാത്തുകളായ സത്യവിശ്വാസിനികളായ സ്ത്രീകളെ അവരെ സിന ആരോപിക്കുക എന്ന്. ഇതാണ് 7 വൻ പാപങ്ങൾ. 1 ശിർക്ക്, സിഹർ, അതുപോലെ കൊലപാതകം, അന്യായമായ കൊലപാതകം, അതുപോലെ പലിശ തിന്നുക, യതീമിന്റെ സമ്പത്ത് തിന്നുക, യുദ്ധത്തിൽ പിന്തിരിഞ്ഞോടുക, മുഅ്മിനാത്തുകളായ നല്ലവരായ സ്ത്രീകളെ കുറിച്ച് വ്യഭിചാരാരോപണം പറയുക. ഈ പറഞ്ഞ 7 കാര്യങ്ങളാണ് സബഉൽ മൂബിഖാത്ത്, 7 വൻ പാപങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇജ്തനിബൂ എന്നാണ് ഈ ഹദീസിൽ തുടങ്ങിയിട്ടുള്ളത്. ഇജ്തനിബൂ എന്നാൽ നിങ്ങൾ ഒരു ജാനിബിലാണെങ്കിൽ ഈ 7 പാപങ്ങൾ വേറൊരു ജാനിബിലായിരിക്കണം, നിങ്ങൾ അതിനോട് അടുക്കരുത് എന്നാണ് അതിന്റെ അർത്ഥം. പാപങ്ങൾ ചെയ്യരുത് എന്ന് പറയുന്നതിനേക്കാളും അബ്ലഗ്, കൂടുതൽ ശക്തമായ വാക്കാണ് അതിനോട് അടുക്കരുത്. ഏതുപോലെ വലാ തഖറബുൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബത്തൻ എന്ന് അല്ലാഹു പറഞ്ഞതുപോലെ വൃത്തികേടുകളിൽ പ്രത്യക്ഷമായതും വേഗം മനസ്സിലാകാത്തതും രണ്ടിലേക്കും നിങ്ങൾ അടുക്കരുത്. വലാ തഖറബു സിന, ജിനയോട് നിങ്ങൾ അടുക്കരുത്.
കാരണം അതിലേക്ക് എത്തിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അത് നീ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ നിനക്ക് സിനയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് നീ ഒഴിവാക്കുന്നത് നിനക്ക് എളുപ്പമാണ്. അതിൽ ഒന്നാമത്താണ് നളർ, നോക്കുക എന്നുള്ളത്. ഈ കണ്ണ് കാഴ്ചയിൽ എളുപ്പമുള്ള പ്രവൃത്തിയാണ്, വളരെ എളുപ്പം. അള്ളാഹ് തൗഫീഖ് തന്നവൻ എളുപ്പമാണ്. അതുകൊണ്ട് ഒരുപാട് ഖൈർ അവനുണ്ടാവും, ഒരുപാട് ഖൈർ അതുകൊണ്ടുണ്ടാവും. എമ്പാടും ഖൈർ ഈ ലോകത്തും പരലോകത്തും ഉണ്ടാവും. പക്ഷേ അത് നീ ചെയ്യാതിരുന്നാൽ അതിനുശേഷം വരുന്നത് തടുക്കാൻ നിനക്ക് പ്രയാസമായിരിക്കും. അതിനുശേഷം കൽബിൽ വരുന്ന ചിന്തകൾ അത് തടുക്കാൻ നിനക്ക് പ്രയാസമായിരിക്കും. അതുകൊണ്ട് നീ കണ്ണുകൾ താഴ്ത്തുക. ഒരുപാട് ഖൈർ എനിക്ക് ഈ ലോകത്തും പരലോകത്തുണ്ടാവും. കൽബിൽ അള്ളാഹു നൂറ് വെച്ചു തരും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ നമ്മൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞ കിതാബുണ്ട് അദ്ദാഉ വദ്ദവാ. അത് കണ്ണുകൾ താഴ്ത്തുന്നതിന്റെ ഫവായിദ് സുബ്ഹാനല്ലാഹ് അത് പറഞ്ഞ് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അത് നമ്മളൊരു സ്ഥലത്ത് അത് വായിച്ചിരുന്നു, ആ കിതാബിൽ നിന്ന് ഈ ഭാഗം നിങ്ങൾക്കത് ചിലപ്പോൾ കേൾക്കാൻ കിട്ടും ഇൻഷാ അല്ലാഹ്. കണ്ണുകൾ താഴ്ത്തുന്നതിന്റെ ഫവായിദ്, അതിന്റെ ഫവായിദ് മാത്രം ഇബ്നുൽ ഖയ്യിം ഒരുപാട് എണ്ണി പറഞ്ഞിട്ടുണ്ട്. എന്നതുപോലെ ഒഴിവാക്കുക, അകന്നു നിൽക്കുക. സബഅൽ മൂബിഖാത്ത്, മൂബിഖാത്തായ 7 കാര്യങ്ങൾ. മൂബിഖാത്ത് എന്നാൽ നശിപ്പിച്ചു കളയുന്നത് എന്നാണ് അർത്ഥം. കാരണം അത് ഈ ലോകത്തും പരലോകത്തും അവന് നശിപ്പിക്കുന്ന കാര്യമാണ്. ഈ ലോകത്ത് വൻ പാപങ്ങളിൽ അധികം എണ്ണത്തിനും ഈ ലോകത്ത് തന്നെ ശിക്ഷയുണ്ട്, ഹദ്ദുണ്ട്. ഇസ്ലാമിന്റെ ശിക്ഷാമുറകളുണ്ട്. ഇസ്ലാമിന്റെ ശിക്ഷാമുറകൾ വന്ന എല്ലാം വൻ പാപങ്ങളാണ്. അപ്പൊ ഇതിലിപ്പോ മോഷണം പറഞ്ഞിട്ടില്ല, ഉണ്ടോ? ഇല്ല. മോഷണം ഇതിൽ പറഞ്ഞിട്ടില്ല. വ്യഭിചാരം ഇതിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. വൻപാപല്ലേ? വൻപാപമാണ്, വൻപാപം. അപ്പൊ ഈ 7 വൻപാപം എന്ന് പറഞ്ഞാൽ 7 മാത്രമേ ഉള്ളൂ എന്നതിനർത്ഥമല്ല. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഹിയ ഇലാ 700 അഖറബ്. അത് 700-നോടാണ് കൂടുതൽ സാദൃശ്യമുള്ളത് ഇതിന് വൻപാപങ്ങൾക്ക്. അത് 7 എണ്ണം എന്നത് ഈ 7 എണ്ണത്തിൽ വലിയ പ്രാധാന്യമുണ്ട് എന്നതുകൊണ്ടാണ്. വൻ പാപങ്ങളുടെ തല, അതിന്റെ റഅസ് 3 പാപങ്ങളാണ്. 3 എണ്ണമാണ് പാപങ്ങളുടെ റഅസ്. 1 ശിർക്ക്, 2 അൽ ഖത്ൽ കൊലപാതകം, 3 അസ്സിന വ്യഭിചാരം. ഇതാണ് വൻ പാപങ്ങളുടെ റഅസ്. ബാക്കിയെല്ലാം ഇതിന്റെ താഴെയാണ്. എല്ലാം ഇതിന്റെ താഴെ, ശിർക്കിന്റെ താഴെ ബാക്കിയെല്ലാം. സെഹർ ഷിർക്കിൽ തന്നെ ഉൾപ്പെടുന്ന കാര്യമാണ്. കാരണം സെഹർ ഷിർക്കാവും അത് അധികം ശൈത്താനെ പൂജിച്ച് ചെയ്യുന്നതാണ്. കൊലപാതകം വളരെ വലുതാണ്. അന്യായമായി ഒരാളെ കൊലപ്പെടുത്തുക എന്നുള്ളത് വളരെ വലുതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പരലോകത്ത് ആദ്യം തീർപ്പാക്കുന്നത് ദിമാഇന്റെ വിഷയമാണ്, ചോര ചിന്തിയ വിഷയമാണ്. അല്ലാഹു ഖിയാമത്ത് നാളിൽ ആദ്യം തീർപ്പാക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വളരെ വലുതാണ്. പിന്നെ ഏതാണ്? വ്യഭിചാരം. ഇത് 3ഉം വളരെ വലിയ തെറ്റുകൾ. കാരണം ഇതിന്റെ ഫസാദ് തന്നിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, പിന്നെ മറ്റുള്ളവനും കൂടി ബാധിക്കുന്നതാണ് ഇതിന്റെ ഫസാദ് മറ്റുള്ള ഇതിനെയും കൂടി നിൽക്കുന്നതാണ്. ഇപ്പൊ നോക്ക്, കൊലപാതകം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. വേറൊരാളെ കൊലപ്പെടുത്താൻ തന്നിൽ നിൽക്കുന്നില്ല, ഓരോരുത്തരെ ബാധിക്കുന്നതാണ്. വ്യഭിചാരം എത്രത്തോളം ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഭാര്യയും മക്കളൊക്കെ ബന്ധു മരിച്ചു എന്ന് കേൾക്കുന്നതിനേക്കാളും അയാളുടെ കൽബിന് അശബ്ദാണ്, കടുത്ത ചിന്തയാണ് ഉണ്ടാക്കുക. അവന്റെ ഭാര്യ വ്യഭിചരിച്ചു നട്ടാൽ അല്ലേ? അങ്ങനെ ആവണം. അതിനാണ് ഗീറത്ത് എന്ന് പറയാം. ഗീറത്ത് ഉണ്ടാവണം മനുഷ്യന്. ഗീറത്ത് പറഞ്ഞാൽ രോഷം ഉണ്ടാവണം, ധാർമ്മിക രോഷം ഉണ്ടാവണം. അല്ലാത്ത മനുഷ്യരാന്ന് പറയാൻ പറ്റില്ല. തന്റെ ഭാര്യ അല്ലെങ്കിൽ തന്റെ പെൺമക്കള്, എന്റെ പെങ്ങന്മാരവരൊക്കെ തോന്നിയ പോലെ നടക്കുക എന്നുള്ളത് ഒരിക്കലും തൃപ്തി ഉണ്ടാകാൻ പാടില്ല കൽബിൽ. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നബിയെ, എന്റെ ഭാര്യയുടെ കൂടെ ഒരുത്തൻ വ്യഭിചരിക്കുന്നത് കണ്ടാൽ ഞാൻ 4 സാക്ഷികളെ വിളിച്ചു കൊണ്ടുവരണോ? ഇല്ല, ഞാൻ എന്റെ വാളിന്റെ ഹദ്ദ് കൊണ്ട് മറുപടി പറയും. ഞാൻ വെട്ടും. എങ്ങനെ? വാള് പരത്തിയിട്ടല്ല, പിന്നെ എങ്ങനെയാണ് മുറിയ, അങ്ങനെ വെട്ടും എന്ന് പറഞ്ഞു സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? തഅജബൂന മിൻ ഗീറത്തി സഅദ്. സഅദിന്റെ ഗീറത്തിൽ നിങ്ങൾക്ക് അത്ഭുതമുണ്ടോ? വാന അഗീറു മിൻ, എനിക്ക് സഅദിനെക്കാളും ഗീറത്തുണ്ട്. വല്ലാഹു അഗീറു മിന്നി, എന്നെക്കാളും ഗീറത്ത് ആർക്കുണ്ട്? അള്ളാഹുവിനുണ്ട്. നിന്റെ പെങ്ങൾ വ്യഭിചരിച്ചു കേട്ടാ എനിക്ക് ഗീറത്തുണ്ടാവില്ലേ? അള്ളാഹ്ക്ക് ഗീറത്തുണ്ട്. നീ അള്ളാഹിന്റെ അടിമയായിട്ട് നീ വ്യഭിചരിക്കാന്നുള്ളത് അള്ളാഹു കാണുന്നുണ്ട്. അള്ളാഹു കാണുന്നില്ല എന്നാണോ ആളുകളുടെ വിചാരം? അല്ല. അപ്പൊ വൻ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ 7 എണ്ണമല്ല,
മറിച്ച് അത് ഇതിൽ കൂടുതലുണ്ട്, അതൊരുപാടുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി പിന്നീട് പറയാം. والله تعالى أعلم. صلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.